Good morning. Welcome to today's section of CTTF Digital. Today we have the topic Nodes in Networked Communication. ഇന്നത്തെ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെറ്റ്വർക്ക്ഡ് കമ്മ്യൂണിക്കേഷൻ്റെ അകത്തുള്ള നോട്ട്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു ലെക്ചറിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നെറ്റ്വർക്കിൻ്റെ അകത്ത് എന്താണ് നോട്ട്സ് എന്നും അതുപോലെ തന്നെ പല തരത്തിലുള്ള പല ടൈപ്സ് ഓഫ് നോട്ട്സ് ഉണ്ട്, എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോട്ട്സ് എന്നും അതുപോലെ തന്നെ മാക് അഡ്രസ്സും IP അഡ്രസ്സസ് എന്തൊക്കെയാണെന്നും ടൈപ്സ് ഓഫ് IP അഡ്രസ് ദാറ്റ് ഈസ് IPv4 ആൻഡ് IPv6 അഡ്രസ്സിംഗ് ഉണ്ട്, അതെന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ എല്ലാ ഡിവൈസസും ഓക്കെ, അതായത് നെറ്റ്വർക്കിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ഡിവൈസസിനെയാണ് നമ്മൾ നോഡ്സ് എന്ന് പറയുന്നത്. സോ നോഡ്സ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ടു കമ്മ്യൂണിക്കേഷൻ ഇൻ നെറ്റ്വർക്ക്സ് ആണെന്ന് നമുക്ക് പറയാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ലെക്ചറിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനിഷൻ ഓഫ് എ നോഡ്. എന്താണ് ഈ നോഡ് എന്ന് പറയുന്നത്? ഒരു നോഡ് എന്ന് പറയുന്നത് ഏതൊരു ഡിവൈസും ആവാം. ഓക്കെ, അതായത് ഒരു നോഡ് എന്ന് പറയുന്നത് ഏതൊരു ഡിവൈസും ആവാം. ഒരു നെറ്റ്വർക്കിൻ്റെ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ ഡേറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഫോർവേഡ് ചെയ്യാനും വേണ്ടി പറ്റുന്ന ഏതൊരു ഡിവൈസസിനെയും നമുക്ക് എന്ത് പറയാം? നോഡ് എന്ന് പറയാം. അപ്പൊ നോഡ് ഇസ് എനി ഡിവൈസ് that can send, receive or forward data over a communication channel in a network. അതായത് ഒരു നെറ്റ്വർക്കിൻ്റെ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ ഡേറ്റ ഫോർവേഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും പറ്റുന്ന ഏതൊരു ഡിവൈസസിനെയും നമുക്ക് നോഡ് എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോഡ് എന്ന് പറയുന്നത് എനി പോയിന്റ് ഇൻ എ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, അതായത് നെറ്റ്വർക്കിൻ്റെ അകത്തുള്ള എനി പോയിന്റ് വേർ ഡേറ്റ ക്യാൻ ഈദർ ഒറിജിനേറ്റ്, പാസ് ത്രൂ ഓർ എൻഡ് അപ്പ്. ഓക്കെ, അതായത് ഡേറ്റ ഒറിജിനേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പാസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എൻഡ് അപ്പ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഏത് പോയിന്റിനെയും നമുക്ക് നോഡ് എന്ന് പറയാം. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നോഡ് ഇസ് എനി പോയിന്റ് ഇൻ എ നെറ്റ്വർക്ക് വെർ ഡേറ്റ ക്യാൻ ഈദർ ഒറിജിനേറ്റ്, പാസ് ത്രൂ ഓർ എൻഡ് അപ്പ്. അപ്പൊ നമുക്കൊരു നോഡിനെ ഒരു സ്റ്റോപ്പ് ആയിട്ട് വിചാരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, നോഡിനെ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാം. ഓക്കെ, അതായത് ഡേറ്റ ഹൈവേന്റെ അകത്തുള്ള ഒരു സ്റ്റോപ്പ് ആയിട്ട് നമുക്ക് നോഡിനെ എടുക്കാം. അപ്പൊ ചില സ്റ്റോപ്സ് സം സ്റ്റോപ്പ് ജസ്റ്റ് ലൈക്ക് ഡേറ്റ പാസ്, അതായത് എന്ത് ചെയ്യുന്നത്, ചില സ്റ്റോപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡേറ്റ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും, മറ്റുള്ളത് പ്രോസസ് ചെയ്യോ അല്ലെങ്കിൽ ഡേറ്റ ഒറിജിനേറ്റ് ചെയ്യോ ചെയ്യുന്നുണ്ട്. അപ്പൊ നോഡ്സ് എന്ന് പറയുന്നത് നമുക്ക് നെറ്റ്വർക്കിന്റെ ബിൽഡിംഗ് ബ്ലോക്സ്, ഒരു നെറ്റ്വർക്കിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് നോഡ്സ് നമുക്ക് പറയാം. ഒരു നോഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിന്റെ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും പോസിബിൾ ആവൂല. ഓക്കെ, അപ്പൊ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന്റെ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോഡ്സ് അത്യാവശ്യമാണ്. സോ എന്താണ് നോഡ് എന്ന് പറയുന്നത്? നോഡ് എന്ന് പറയുന്നത് ഏതൊരു ഡിവൈസസും, അതായത് കമ്മ്യൂണിക്കേഷൻ ചാനൽ, ഒരു നെറ്റ്വർക്കിന്റെ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ ഡേറ്റ സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യാനായിട്ടോ പറ്റുന്ന ഏതൊരു ഡിവൈസിനെയും നമുക്ക് നോഡ് എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നോഡ് എന്ന് പറയുന്നത് നെറ്റ്വർക്കിന്റെ അകത്തുള്ള ഏതൊരു പോയിന്റും ആവാം, അതായത് ഡേറ്റ ഒറിജിനേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പാസ് ത്രൂ ചെയ്യുന്നതോ അല്ലെങ്കിൽ എൻഡ് അപ്പ് ആവുന്നതോ ആയിട്ടുള്ള ഏതൊരു പോയിന്റും നമുക്ക് നോഡാണെന്ന് പറയാം. നോഡിന് ഒരു ജസ്റ്റ് ഒരു സ്റ്റോപ്പ്, ഒരു ഡേറ്റ ഹൈവേന്റെ അകത്തുള്ള ഒരു സ്റ്റോപ്പ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന സമയത്ത് ചില സ്റ്റോപ്പ് ജസ്റ്റ് ഡേറ്റ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതായിരിക്കും. പക്ഷെങ്കിൽ മറ്റുള്ള പ്രോസസ്സസ് എന്ത് ചെയ്യുന്ന, മറ്റുള്ളത് പ്രോസസ്സ് ചെയ്യുകയും അല്ലെങ്കിൽ ഡേറ്റ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നോഡ്സ് എന്ന് പറയുന്നത് നെറ്റ്വർക്കിന്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ആണ് നമുക്ക് പറയാം. ഒരു നോഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നോഡ്സ് ഇല്ലാതെ നമുക്കൊരു നെറ്റ്വർക്കിന്റെ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും പോസിബിൾ ആവുന്നില്ല. അപ്പൊ ഒരു നെറ്റ്വർക്കിന്റെ അകത്ത് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നോഡ് അത്യാവശ്യമാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അപ്പൊ നോഡ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്, റൈറ്റ്? ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ്, നോഡ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്സ്.
കമ്പ്യൂട്ടേഴ്സും ലാപ്ടോപ്സും. ഇതെന്താണ്? എൻഡ് യൂസർ ഡിവൈസസ് ആണ്, റൈറ്റ്? അതായത് എൻഡ് യൂസർ ഡിവൈസസ് ആണ്. നമ്മളിപ്പോൾ ലാപ്ടോപ്പും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും എന്താ? എൻഡ് യൂസർ ഡിവൈസസ് ആണ്. അതായത് ഡേറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനായിട്ടും പറ്റുന്ന ഒരു എൻഡ് യൂസർ ഡിവൈസസ് ആണ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്മാർട്ട് ഫോൺസും ടാബ്ലറ്റ്സും, സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ്, ഈ മൊബൈൽ നോട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? നെറ്റ്വർക്കിന് വൈഫൈ അല്ലെങ്കിൽ സെല്ലുലാർ ഡേറ്റയിലൂടെ ആയിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മൊബൈൽ നോട്ട്സ് ദാറ്റ് കണക്റ്റഡ് ടു ദ നെറ്റ്വർക്ക്. ഈ ഒരു മൊബൈൽ നോട്ട്സ്, അതായത് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മൊബൈൽ നോട്ട്സ് ഉണ്ടാവില്ലേ, എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക? ഒന്നുകിൽ സെല്ലുലാർ ഡേറ്റ, നമ്മുടെ ഫോണിൽ തന്നെയുള്ള അല്ലെങ്കിൽ നമ്മൾ ഇതിൽ തന്നെയുള്ള സെല്ലുലാർ ഡേറ്റ ആയിട്ടോ അല്ലെങ്കിൽ വൈഫൈയിലൂടെ ആയിരിക്കും ഇത് കണക്ട് ചെയ്യുന്നുണ്ടാവുക. സോ സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് പ്രിന്റേഴ്സ്. പ്രിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഡിവൈസസ് ദാറ്റ് റിസീവ് ഡേറ്റ ഫ്രം കമ്പ്യൂട്ടർ ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്. ഇത് ഡിവൈസസ് ആണ്. അതായത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടറിന്റെ അകത്തുനിന്ന് വരുന്ന ആ ഒരു ഡേറ്റ ഉണ്ടല്ലോ, അത് റിസീവ് ചെയ്തിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ പ്രിന്റേഴ്സ്, ഡിവൈസസ് ദാറ്റ് റിസീവ് ഡേറ്റ ഫ്രം ദ കമ്പ്യൂട്ടർ. എന്തിനു വേണ്ടിയിട്ട് റിസീവ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് റൗട്ടേഴ്സ് ആൻഡ് സ്വിച്ചസ്, nodes that forward and direct data efficiently across the network. അതായത് നമ്മൾ ഈ ഡേറ്റാസ് ഉണ്ടാവല്ലോ അതിനെ ഫോർവേഡ് ചെയ്യുകയും അല്ലെങ്കിൽ ഡേറ്റനെ ഡയറക്റ്റ് ചെയ്യും എഫിഷ്യന്റ്, ആ ഒരു നെറ്റ്വർക്കിലൂടെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ ഫോർവേഡ് ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് റൗട്ടർ എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിംപ്ലസ്റ്റ്, ഏറ്റവും വേഗത്തിൽ എത്തുന്ന ഒരു വേ ഫൈൻഡ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത് റൗട്ടേഴ്സ്, റൈറ്റ്? സോ നോട്ട്സ് ദാറ്റ് ഫോർവേഡ് ആൻഡ് ഡയറക്റ്റ് ഡേറ്റ എഫിഷ്യന്റ്ലി അക്രോസ് ദ നെറ്റ്വർക്ക്. നെക്സ്റ്റ് സെർവേഴ്സ്. ഇത് നോട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? അതായത് നോട്ട്സ് ദാറ്റ് പ്രൊവൈഡ് റിസോഴ്സസ്. ഈ റിസോഴ്സസും ഫയൽസ് അല്ലെങ്കിൽ സർവീസസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള നോട്ട്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നോട്ട്സ് ദാറ്റ് പ്രൊവൈഡ് റിസോഴ്സസ്, ഫയൽസ് ഓർ സർവീസസ് ടു അതർ നോട്ട്സ്. ഒരു നോഡ് മറ്റൊരു നോഡിന് വേണ്ടിയിട്ട് റിസോഴ്സസും ഫയൽസും സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് IoT ഡിവൈസസ്. ഈ സെൻസേഴ്സ് അല്ലെങ്കിൽ സ്മാർട്ട് ഹോം ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ പോലെയുള്ള സ്മാർട്ട് ഡിവൈസസ് അത് നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ്, അത് എന്ത് ചെയ്യുന്നുണ്ട്? നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സ്മാർട്ട് ഡിവൈസസ് ലൈക്ക് സെൻസേഴ്സ് അല്ലെങ്കിൽ സ്മാർട്ട് ഹോം ഗാഡ്ജറ്റ്സ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ഇൻ എ നെറ്റ്വർക്ക്. ഓക്കെ, ഇതെല്ലാം എന്ത്? ആ ഒരു നെറ്റ്വർക്കിന്റെ അകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്മാർട്ട് ഡിവൈസസ് ആയിട്ടുള്ള സെൻസേഴ്സ് അല്ലെങ്കിൽ സ്മാർട്ട് ഹോം ഗാഡ്ജറ്റ്സ്. ഓക്കെ, ദീസ് ആർ ആൻ എക്സാമ്പിൾസ് ഫോർ നോട്ട്സ് നമുക്ക് പറയാം. സോ എന്തൊക്കെയായിരുന്നു നോട്ട്സിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്സ്, സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ്, പ്രിന്റേഴ്സ്, റൗട്ടേഴ്സ് ആൻഡ് സ്വിച്ചസ്, സെർവേഴ്സ്, IoT ഡിവൈസസ്. കമ്പ്യൂട്ടേഴ്സും ലാപ്ടോപ്സും ഇത് രണ്ടും എന്താണ്? എൻഡ് യൂസർ ഡിവൈസസ് ആണ്. ഇത് ഡേറ്റ സെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ റിസീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ്, ഈ മൊബൈൽ നോട്ട്സ് ഉണ്ടാവും. അതായത് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മൊബൈൽ നോട്ട്സ് എതിലൂടെയാണ് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത്? വൈഫൈ അല്ലെങ്കിൽ സെല്ലുലാർ ഡേറ്റയിലൂടെ ആയിരിക്കും. നെക്സ്റ്റ് പ്രിന്റേഴ്സ്. ഇതെന്ന് പറഞ്ഞാല് അതായത് കമ്പ്യൂട്ടേഴ്സിന്റെ അകത്തുനിന്ന് ഡേറ്റ റിസീവ് ചെയ്തിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഡേറ്റ റിസീവ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡിവൈസ് ഡേറ്റ റിസീവ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ അകത്തുനിന്ന്. ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ നോഡ്, റൈറ്റ്? നെക്സ്റ്റ് റൗട്ടേഴ്സ് ആൻഡ് സ്വിച്ചസ്. ഈ നോഡ്സ് ഉണ്ടാവും. അതായത് നോഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡേറ്റനെ വളരെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ നെറ്റ്വർക്കിലൂടെ ഡേറ്റ ഫോർവേഡ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ഡേറ്റനെ ഡയറക്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. സോ സെർവേഴ്സ് എന്ന് പറയുന്നത് എന്താ? നോഡ്സ് ദാറ്റ് പ്രൊവൈഡ്, അതായത് ഒരു നോഡ് മറ്റൊരു നോഡിന് വേണ്ടിയിട്ട് സർവീസസ്, റിസോഴ്സസ്, ഫയൽസ്, സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് IoT ഡിവൈസസ്. ഈ സ്മാർട്ട് ഡിവൈസസ് ഉണ്ടാവും, ലൈക്ക് സെൻസേഴ്സ് അല്ലെങ്കിൽ സ്മാർട്ട് ഹോം ഗാഡ്ജറ്റ്സ് ഒക്കെ പോലെയുള്ള സ്മാർട്ട് ഡിവൈസസ് ഉണ്ടാവും. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നെറ്റ്വർക്കിലകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ സ്മാർട്ട് ഡിവൈസസ് ആയിട്ടുള്ള സെൻസേഴ്സ് അല്ലെങ്കിൽ സ്മാർട്ട് ഹോം ഗാഡ്ജറ്റ്സ് നെറ്റ്വർക്കിന്റെ അകത്ത്, അതായത് ഈ ഒരു
നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ഡിവൈസസ് ഒക്കെ ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ നോഡ്സ് നമുക്ക് പറയാം. സോ ഇതൊക്കെയാണ് നോഡ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ നോഡ് തന്നെ നമുക്ക് ആക്റ്റീവ് നോഡും ഉണ്ടാവും, അതേപോലെ തന്നെ പാസീവ് നോഡും ഉണ്ടാവും. ഓക്കെ, നോഡ് എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്? അതായത് നോഡ് ക്യാൻ ബി ആക്റ്റീവ്. ഫോർ എക്സാമ്പിൾ റൗട്ടർ, സെർവർ. ഈ റൗട്ടറും അതേപോലെ തന്നെ സെർവറും ആക്റ്റീവ് നോഡിന് എക്സാമ്പിൾ ആണ്. ഇത് എന്താ ചെയ്യുന്നത്? ഇത് ഡേറ്റ പ്രോസസ് ചെയ്യുന്നുണ്ട്. സോ ആക്റ്റീവ് നോഡ്സ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ പ്രോസസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവൻ ആ ഒരു നോഡ് പാസീവ് ആണെന്ന് വിചാരിക്കുക. പാസീവ് എന്ന് പറയുമ്പോൾ ഹബ്ബ് പാസീവ് നോഡിന് എക്സാമ്പിൾ ആണ്. ഇതെന്താ ചെയ്യുന്നത്? ജസ്റ്റ് ഡേറ്റ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ പ്രോസസ്സിംഗ് നടക്കുന്നില്ല. ഓക്കെ, വിത്തൗട്ട് പ്രോസസ്സിംഗ് ഡേറ്റ ജസ്റ്റ് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞു നോഡ്സ് എന്ന് പറയുന്നത് ആക്റ്റീവും ഉണ്ട് പാസീവും ഉണ്ട്. ആക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് ഡേറ്റ അവിടെ പ്രോസസ് ചെയ്യുന്നുണ്ട്. ആൻഡ് റൗട്ടേഴ്സും സെർവേഴ്സും എക്സാമ്പിൾസ് ഫോർ ആക്റ്റീവ് നോഡ്സ് ആണ്. അതേ സമയത്ത് പാസീവ് എന്ന് പറയുമ്പോൾ അവിടെ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നില്ല, പകരം ജസ്റ്റ് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ആൻഡ് ഹബ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ പാസീവ് നോഡ്. ഇവിടെ എല്ലാ നോഡിനും യുണീക്ക് ആയിട്ടുള്ള അഡ്രസ്സസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ എല്ലാ നോഡ്സ് എടുത്ത് കഴിഞ്ഞാലും ആ എല്ലാ നോഡ്സിനും യുണീക്ക് ആയിട്ടുള്ള അഡ്രസ് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? നെറ്റ്വർക്കിന്റെ അകത്ത് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അതിന് നമുക്ക് എന്ത് പറയാം? അതായത് ഈ മാക് അഡ്രസ് അല്ലെങ്കിൽ IP അഡ്രസ് ഒക്കെ നമ്മൾ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. റൈറ്റ്? അപ്പൊ അതേപോലെ തന്നെ എല്ലാ നോഡിനും യുണീക്ക് ആയിട്ടുള്ള അഡ്രസ് ഉണ്ടാവും ആ ഒരു നെറ്റ്വർക്കിന്റെ അകത്ത് ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പ്രോപ്പർ ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ, ഡേറ്റ കറക്റ്റ് ആയിട്ട് നെറ്റ്വർക്കിന്റെ അകത്തുള്ള ഡെസ്റ്റിനേഷൻ, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിൽ തന്നെയാണ് അത് റീച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നുണ്ട്. സോ നോഡ്സ് എന്ന് പറയുന്നത് ആക്റ്റീവും ആവാം പാസീവും ആവാം. സോ നോഡ്സ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡേറ്റ പ്രോസസ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത്, ഡേറ്റ പ്രോസസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ റൗട്ടേഴ്സും സെർവേഴ്സും ഒക്കെ എന്താ? ആക്റ്റീവ് ആണ്. ഇനി പാസീവ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഡേറ്റ പ്രോസസ് ചെയ്യാതെ ഫോർവേഡ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹബ്ബ്. ഇപ്പൊ എല്ലാ നോഡിനും യുണീക്ക് ആയിട്ട് അഡ്രസ് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു നെറ്റ്വർക്കിന്റെ അകത്തുനിന്ന് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട്. അതായത് ഈ മാക് അഡ്രസ്സസും അല്ലെങ്കിൽ IP അഡ്രസ്സസ് ഒക്കെ പോലെ. സോ പ്രോപ്പർ ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ, ഡേറ്റ കറക്റ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കിന്റെ അകത്തുള്ള കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ തന്നെയാണ് ഡേറ്റ എത്തുന്നത് എന്നുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ വഴി നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ടൈപ്സ് ഓഫ് നോഡ്സ്. ഈ നോഡ്സ് തന്നെ പല ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഡിസ്കസ് സം ഓഫ് ദ ടൈപ്സ് ഓഫ് നോഡ്സ്. എന്തൊക്കെ ടൈപ്സ് ഓഫ് നോഡ്സ് നമുക്കുള്ളത്? എൻഡ് നോഡ് അല്ലെങ്കിൽ ഹോസ്റ്റ് നോഡ്, ഇന്റർമീഡിയറ്റ് നോഡ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് നോഡ്, സെർവർ നോഡ്, ക്ലൈന്റ് നോഡ്. ഓക്കെ, എൻഡ് നോഡ് അല്ലെങ്കിൽ ഹോസ്റ്റ് നോഡ്, ഇന്റർമീഡിയറ്റ് നോഡ് ഓർ നെറ്റ്വർക്കിംഗ് നോഡ്, സെർവർ നോഡ് അല്ലെങ്കിൽ ക്ലൈന്റ് നോഡ്. അപ്പൊ എൻഡ് നോഡ് അഥവാ ഹോസ്റ്റ് നോഡ് എന്താന്ന് നമുക്ക് നോക്കാം. ഈ എൻഡ് നോഡിനെ നമുക്ക് ഓൾസോ ഹോസ്റ്റ് നോഡ് എന്നും കൂടെ പറയാം. ഓക്കെ, എൻഡ് നോഡ് ഇസ് ഓൾസോ നോൺ ആസ് ഹോസ്റ്റ് നോഡ്. അപ്പൊ ഇതെന്താ? ഇതൊരു ഡിവൈസ് ആണ്. ഓക്കെ, ഇതൊക്കെ ഒരു ഡിവൈസ് ആണ്. ഇതെന്താ ചെയ്യുന്നത്? നെറ്റ്വർക്കിന്റെ അകത്തുള്ള ഡേറ്റ ജനറേറ്റ് ചെയ്യും, കൺസ്യൂം ചെയ്യാൻ, ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാനോ വേണ്ടിയിട്ട് അതിനാണ്. ഓക്കെ, അപ്പൊ എൻഡ് നോഡ്സ് ഓൾസോ കോൾഡ് ഹോസ്റ്റ് നോഡ്സ് ആർ ഡിവൈസസ് ദാറ്റ് ജനറേറ്റ് ഓർ കൺസ്യൂം ഡേറ്റ ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിന്റെ അകത്തുള്ള ഡേറ്റനെ ജനറേറ്റ് ചെയ്യോ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, സ്മാർട്ട് ഫോൺസ്, പ്രിന്റേഴ്സ്. ഓക്കെ, സോ എൻഡ് നോഡ്സിനെ നമുക്ക് ഹോസ്റ്റ് നോഡ് എന്നും കൂടെ പറയാം. ഇത് നെറ്റ്വർക്കിന്റെ അകത്തുള്ള ഡേറ്റനെ ജനറേറ്റ് ചെയ്യോ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, സ്മാർട്ട് ഫോൺസ്, പ്രിന്റേഴ്സ്. These all are the examples of end nodes അല്ലെങ്കിൽ ഹോസ്റ്റ് നോഡ്സ്. ഓക്കെ, സോ എൻഡ് നോഡ്സിനെ നമുക്ക് ഹോസ്റ്റ് നോഡ് എന്നും കൂടെ പറയാം. ഇതെന്ന് പറയുന്നത് ഡിവൈസസ് ആണ്. അത് ഡേറ്റ, നെറ്റ്വർക്കിന്റെ അകത്തുള്ള ഡേറ്റ ജനറേറ്റ് ചെയ്യോ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യോ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, സ്മാർട്ട് ഫോൺസ്, പ്രിന്റേഴ്സ്.
എക്സ്പ്ലനേഷൻ. ഈ നോട്ട്സ് എന്ന് പറയുന്നത് മെയിൻ പാർട്ടിസിപ്പന്റ്, കമ്മ്യൂണിക്കേഷൻ്റെ അകത്തുള്ള മെയിൻ പാർട്ടിസിപ്പൻസ് ആണ് ഈ നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നോട്ട്സ് എന്ന് പറയുന്നത് എന്താ, കമ്മ്യൂണിക്കേഷൻ്റെ അകത്തുള്ള മെയിൻ പാർട്ടിസിപ്പൻസ് ആണ് നമുക്ക് പറയാം. ഫോർ ഇൻസ്റ്റൻസ്, നമ്മളിപ്പോൾ ഒരു ഇമെയിൽ നമ്മുടെ ലാപ്ടോപ്പിന്റെ അകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇമെയിൽ സെൻഡ് ചെയ്തു. അപ്പൊ നമ്മുടെ ലാപ്ടോപ്പ് ഒരു എൻഡ് നോഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് ഡേറ്റ ജനറേറ്റ് ചെയ്യുന്ന ഒരു എൻഡ് നോഡ് ആയിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടർ ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ റെസിപ്പിയൻ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നതിന് നമുക്ക് എൻഡ് നോഡ് എന്നും കൂടെ പറയാം. ഓക്കെ, റെസിപ്പിയൻ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, അതായത് റിസീവ് ചെയ്യുന്ന ആ ഒരു സ്മാർട്ട് ഫോണിലോട്ടേക്കാണെങ്കിൽ അതിന് എന്ത് പറയാം, നമുക്ക് എൻഡ് നോഡ് എന്ന് പറയാം. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഡേറ്റ റിസീവ് ചെയ്യുന്നുണ്ട്. സോ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ ഒരു ഇമെയില് ലാപ്ടോപ്പിൽ നിന്ന് ഒരു ഫോണിലോട്ടേക്ക് സെൻഡ് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ലാപ്ടോപ്പ് ഒരു എൻഡ് നോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ റെസിപ്പിയൻ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നതും എന്താണ്, എൻഡ് നോഡ് ആണ്. പക്ഷേങ്കിൽ ഡേറ്റ അവിടെ റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ എൻഡ് നോഡ്സ് ആർ ഓഫൻ റിഫേർഡ് ടു ആസ് ഹോസ്റ്റ്. ഓക്കെ, എൻഡ് നോഡിനെ നമുക്ക് എന്തായിട്ട് റെഫർ ചെയ്യാം, ഹോസ്റ്റ് ആയിട്ട് റെഫർ ചെയ്യാം. ഇത് യൂഷ്വലി എവിടെയാണ് സിറ്റ് ചെയ്യുന്നത്, എഡ്ജസ് ഓഫ് എ നെറ്റ്വർക്കിലായിരിക്കും ഉണ്ടാവുന്നത്. ഇത് യൂഷ്വലി എഡ്ജസ് ഓഫ് എ നെറ്റ്വർക്കിലാണ് ഇത് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഈ നോട്ട്സ് എല്ലാം തന്നെ മെയിൻ കമ്മ്യൂണിക്കേഷൻ്റെ അകത്തുള്ള മെയിൻ പാർട്ടിസിപ്പൻസ് ആണ് നമുക്ക് പറയാം. ഫോർ ഇൻസ്റ്റൻസ്, നമ്മളിപ്പോൾ ഒരു ഇമെയിൽ ലാപ്ടോപ്പിന്റെ അകത്തുനിന്ന് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാപ്ടോപ്പ് എൻഡ് നോഡ്, അതായത് ഡേറ്റ ജനറേറ്റ് ചെയ്യുന്ന ഒരു എൻഡ് നോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. റെസിപ്പിയൻ സ്മാർട്ട് ഫോണ് നമുക്ക് എന്തെന്ന് പറയാം, അതും എൻഡ് നോഡാണ്. പക്ഷേ അവിടെ ഡേറ്റ റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. സോ എൻഡ് നോഡ്സ് എന്ന് പറയുന്നത് ഒരു ഹോസ്റ്റ് ആയിട്ടാണ് റെഫർ ചെയ്യുന്നത്. അത് യൂഷ്വലി നെറ്റ്വർക്കിന്റെ എഡ്ജസ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, ഇന്റർമീഡിയറ്റ് നോഡ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് നോഡ്സ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് പറഞ്ഞു എൻഡ് നോഡ് അല്ലെങ്കിൽ ഹോസ്റ്റ് നോഡ്. നെക്സ്റ്റ് ടൈപ്പ് ആണ് ഇന്റർമീഡിയറ്റ് നോഡ്സ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് നോഡ്സ്. ഈ ഇന്റർമീഡിയറ്റ് നോഡ്സ് എന്ന് പറയുന്നത് ഡിവൈസസ് ആണ്. ഇത് ഡേറ്റ, അതായത് രണ്ട് നോഡുകൾ തമ്മിൽ ഡേറ്റ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, രണ്ട് നോഡുകളുടെ ഇടയിൽ നിന്ന് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നോഡ് ഇന്റർമീഡിയറ്റ് നോഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇന്റർമീഡിയറ്റ് നോഡ്സ് ആർ ഡിവൈസസ്. ഇത് എന്താണ്, ഒരു ഡിവൈസസ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നത്, രണ്ട് നോഡ്സുകൾ തമ്മിൽ ഡേറ്റ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. റൗട്ടേഴ്സും സ്വിച്ചേഴ്സും ഹബും എന്തിന് എക്സാമ്പിൾ ആണ്, ഇന്റർമീഡിയറ്റ് നോഡ് അഥവാ നെറ്റ്വർക്കിംഗ് നോഡ്സിന് എക്സാമ്പിൾ ആണ്. സോ ഇന്റർമീഡിയറ്റ് നോഡ്സിനെ നമുക്ക് എന്തെന്നും കൂടെ പറയാം, നെറ്റ്വർക്കിംഗ് നോഡ് എന്നും കൂടെ പറയാം. ഇതൊക്കെ എന്താ, ഒരു ഡിവൈസ് ആണ്. ഇത് ഡേറ്റ, അതായത് രണ്ട് നോഡുകളുടെ ഇടയിൽ ഡേറ്റ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ റൗട്ടേഴ്സ്, സ്വിച്ചസ്, ഹബ് ഒക്കെ എന്താ, ഇന്റർമീഡിയറ്റ് നോഡ്സിന് എക്സാമ്പിൾ ആണ്. ഈ നോഡ്സ് ഒരിക്കലും ഡേറ്റ ജനറേറ്റ് ചെയ്യൂല. ഓക്കെ, ബട്ട് ദേ ആർ ക്രൂഷ്യൽ ഫോർ കണക്ടിവിറ്റി. ഇത് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ നോഡ്സ് ഒരിക്കലും ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നില്ല, ബട്ട് ദേ ആർ ക്രൂഷ്യൽ ഫോർ കണക്ടിവിറ്റി. ഇത് എന്ത് ഉറപ്പ് വരുത്തുന്നുണ്ട്, അതായത് സോഴ്സ് നോഡിന്റെ അകത്തുനിന്ന് ഡെസ്റ്റിനേഷൻ നോഡിലോട്ടേക്ക് ഡേറ്റ എഫിഷ്യന്റ് ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, അതായത് സോഴ്സ് നോഡിന്റെ അകത്തുനിന്ന് ഡെസ്റ്റിനേഷൻ നോഡിലോട്ടേക്ക് ഡേറ്റ വളരെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും. നമ്മളൊരു കമ്പ്യൂട്ടർ ഒരു വെബ് സെർവറിലോട്ടേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഓക്കെ, വെൻ എ കമ്പ്യൂട്ടർ സെൻഡ് request to a web server. അപ്പൊ ഡേറ്റ മേ പാസ് ത്രൂ മൾട്ടിപ്പിൾ സ്വിച്ചസ് ആൻഡ് റൗട്ടേഴ്സ്, റൈറ്റ്? അതായത് നമ്മളിപ്പോ ഒരു വെബ് സെർവറിലോട്ടേക്ക് നമ്മളിപ്പോ ഒരു കമ്പ്യൂട്ടർ വെബ് സെർവറിലോട്ടേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്തു. അപ്പൊ ഡേറ്റ ഇതിലൂടെയൊക്കെ പാസ് ചെയ്യും, ഒന്നിൽ കൂടുതൽ സ്വിച്ചസിലൂടെയും അതുപോലെ തന്നെ റൗട്ടേഴ്സിലൂടെയും. ആ ഒരു സെർവറിലോട്ടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഒരുപാട് സ്വിച്ചസിലൂടെയും റൗട്ടേഴ്സിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ ഇന്റർമീഡിയറ്റ് നോഡ്സ് ഒരു ട്രാഫിക് മാനേജർ, നെറ്റ്വർക്കിന്റെ അകത്തുള്ള ഒരു ട്രാഫിക് മാനേജർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്റർമീഡിയറ്റ് നോഡ് നെറ്റ്വർക്കിന്റെ അകത്തുള്ള ഒരു ട്രാഫിക് മാനേജേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്.
ചില സം ഇന്റർമീഡിയറ്റ് നോഡ്സ്, ചില ഇന്റർമീഡിയറ്റ് നോഡ്സ് അല്ലെങ്കിൽ ലൈക്ക് റൗട്ടേഴ്സ് ഇന്റലിജന്റ് ആണ്. അതേപോലെ തന്നെ ബെസ്റ്റ് പാത്ത്, ഡേറ്റക്ക് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് പാത്ത് അതിനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, ചില ഇന്റർമീഡിയറ്റ് നോഡ്സ് എന്ന് പറയുന്നത് റൗട്ടേഴ്സ് പോലെ തന്നെ ഉള്ളതാണ്. ഇത് ഇന്റലിജന്റ് ആണ്. ഇതിന് ബെസ്റ്റ് പാത്ത്, ഡേറ്റക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാത്ത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഈ നോഡ്സ് ഒക്കെ തന്നെ ഒരിക്കലും ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ നോഡ്സ് ഒരിക്കലും ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നില്ല, ബട്ട് ദേ ആർ ക്രൂഷ്യൽ ഫോർ കണക്ടിവിറ്റി. ഇത് എന്ത് ഉറപ്പ് വരുത്തുന്നുണ്ട്? സോഴ്സ് നോഡിന്റെ അകത്തുനിന്ന് ഡെസ്റ്റിനേഷൻ നോഡിലോട്ടേക്ക്, ഓക്കെ, സോഴ്സ് നോഡിന്ന് ഡെസ്റ്റിനേഷൻ നോഡിലോട്ടേക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ ഡേറ്റ ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു, വെൻ എ കമ്പ്യൂട്ടർ സെൻഡ് എ റിക്വസ്റ്റ് ടു എ വെബ് സെർവർ, ഡേറ്റ എന്ത് ചെയ്യുന്നുണ്ട്? അത് സെർവറിലോട്ടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഒരുപാട് മൾട്ടിപ്പിൾ സ്വിച്ചസിലൂടെയും റൗട്ടേഴ്സിലൂടെയും പാസ് ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് സെർവർ നോഡ്. ഈ സെർവർ നോഡ്സ് എന്ന് പറയുന്നതും എന്താ, ഡിവൈസസ് ആണ്. അതായത് സർവീസസ് മറ്റുള്ള നോഡ്സ്, നെറ്റ്വർക്കിന്റെ അകത്തുള്ള മറ്റുള്ള നോഡ്സിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെർവർ നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നെറ്റ്വർക്കിന്റെ അകത്തുള്ള മറ്റുള്ള നോഡ്സിന്, ഓക്കെ, നെറ്റ്വർക്കിന്റെ അകത്തുള്ള മറ്റുള്ള നോഡ്സിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് വി കാൾ ഇറ്റ് ആസ് സെർവർ നോഡ്സ്. ഫോർ എക്സാമ്പിൾ, വെബ് സെർവർ, ഡേറ്റാബേസ് സെർവർ, ഇമെയിൽ സെർവർ, ഇതൊക്കെ എന്താ, സെർവർ നോഡിന് എക്സാമ്പിൾ ആണ്. സോ വെബ് സെർവേഴ്സ്, ഡേറ്റാബേസ് സെർവേഴ്സ്, ഇമെയിൽ സെർവേഴ്സ് ആർ എൻ എക്സാമ്പിൾ ഫോർ സെർവർ നോഡ്സ്. അപ്പൊ എന്താണ് ഈ സെർവർ നോഡ് എന്ന് പറയുന്നത്? ഇത് ഒരു ഡിവൈസ് ആണ്. അതായത് നെറ്റ്വർക്കിന്റെ അകത്തുള്ള മറ്റുള്ള നോഡ്സിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ സെർവർ നോഡ് എന്ന് പറയുന്നത്. വെബ് സെർവേഴ്സ്, ഡേറ്റാബേസ് സെർവേഴ്സ്, ഇമെയിൽ സെർവേഴ്സ് ആർ എൻ എക്സാമ്പിൾ ഫോർ സെർവർ നോഡ്സ്. നെക്സ്റ്റ്, ഈ സെർവേഴ്സ് ഈ റിസോഴ്സസ്, സെർവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്യുകയും അതുപോലെ തന്നെ മാനേജ് ചെയ്യുകയും റിസോഴ്സസും സർവീസസും ഒക്കെ ക്ലയന്റ് നോഡ്സിന് പ്രൊവൈഡ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. റൈറ്റ്? സോ സർവീസസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റിസോഴ്സസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ സർവീസസ് ആണെന്നുണ്ടെങ്കിൽ പോലും അത് ക്ലയന്റ് നോഡ്സിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്രൗസർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വെബ് സെർവറിന്റെ അകത്തുനിന്ന് റിക്വസ്റ്റ്, ഡേറ്റക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യും. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? വിച്ച് സെൻഡ് ബാക്ക് ദ വെബ് പേജ് കോണ്ടന്റ്. ഓക്കെ, സോ വെൻ യു വിസിറ്റ് എ വെബ്സൈറ്റ്, യുവർ ബ്രൗസർ റിക്വസ്റ്റ് ഡേറ്റ ഫ്രം എ വെബ് സെർവർ. ഓക്കെ, ബ്രൗസർ എന്ത് ചെയ്തു? ഒരു ഡേറ്റക്ക് വേണ്ടിയിട്ട് വെബ് സെർവറിൽ റിക്വസ്റ്റ് ചെയ്തു, which send back the web page content. So servers എന്ന് പറയുന്നത് യൂഷ്വലി പവർഫുൾ മെഷീൻ ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഒന്നിൽ കൂടുതൽ റിക്വസ്റ്റസിനെ ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സെർവേഴ്സ് എന്ന് പറയുന്നത് യൂഷ്വലി പവർഫുൾ മെഷീൻ ആണ്. എന്തിനു വേണ്ടിയിട്ട് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്? ഒന്നിൽ കൂടുതൽ റിക്വസ്റ്റസ് ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദേ ആർ ഓഫൺ ലൊക്കേറ്റഡ് ഇൻ ഡേറ്റാ സെന്റേഴ്സ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ലൊക്കേഷൻസ്. ഇത് ഓഫൺ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഡേറ്റാ സെന്റേഴ്സിൽ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ലൊക്കേഷൻസിലായിരിക്കും. അപ്പൊ സെർവർ സ്റ്റോർ ചെയ്യുകയും മാനേജ് ചെയ്യുകയും റിസോഴ്സസും സർവീസസും ഒക്കെ ക്ലയന്റ് നോഡ്സിന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രൗസർ വെബ് സെർവറിന്റെ അകത്തുനിന്ന് ഡേറ്റക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തു, വിച്ച് സെൻഡ് ബാക്ക് ദ വെബ് പേജ് കോണ്ടന്റ്. സോ സെർവേഴ്സ് യൂഷ്വലി പവർഫുൾ മെഷീൻ ആണ്. ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഒന്നിൽ കൂടുതൽ റിക്വസ്റ്റിന് ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദേ ആർ ഓഫൺ ലൊക്കേറ്റഡ് ഇൻ ഡേറ്റാ സെന്റേഴ്സ് ഓർ സെൻട്രലൈസ്ഡ് ലൊക്കേഷൻസ്. ഫോർത്ത് ടൈപ്പ് എന്ന് പറയുന്നതാണ് ക്ലയന്റ് നോഡ്. ഓക്കെ, ക്ലയന്റ് നോഡ്സും എന്താ? ഡിവൈസസ് ആണ് that request services from server nodes. സെർവർ നോഡ്സിന്റെ അകത്തുനിന്ന് സർവീസസ് റിക്വസ്റ്റ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ ക്ലയന്റ് നോഡ്സ് എന്ന് പറയുന്നത്. സോ ക്ലയന്റ് നോഡ്സ് ആർ ഡിവൈസസ് that request services from server nodes. For example, browsers,
ഇമെയിൽ ക്ലയൻസ്, ആപ്സ് ഓൺ സ്മാർട്ട് ഫോൺസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ബ്രൗസേഴ്സ്, ഇമെയിൽ ക്ലയൻസ്, ആപ്സ് ഓൺ സ്മാർട്ട് ഫോൺസ് ആർ എക്സാമ്പിൾ ഫോർ ക്ലൈന്റ് നോഡ്സ്. സോ ക്ലൈന്റ് നോഡ്സ് എന്ന് പറയുന്നത് ഡിവൈസസ് ആണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സെർവർ നോഡ്സിന്റെ അകത്തുനിന്ന് സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ client nodes are devices that request services from server nodes. Okay, servicesന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യും സെർവർ നോഡ്സിന്റെ അകത്തുനിന്ന്. സോ ക്ലയൻസ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ഓഫ് സർവീസസ് ആണ്. ഓക്കെ, അതായത് സെർവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന്റെ കൺസ്യൂമേഴ്സ് ആണ് ക്ലയൻസ് എന്ന് പറയുന്നത്. സോ സെർവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ഉണ്ടാവില്ലേ, അതിന്റെ കൺസ്യൂമേഴ്സ് ആണ് ക്ലയൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു ഇമെയിൽ ക്ലയന്റ് മെസ്സേജ് ഇമെയിൽ സെർവറിന്റെ അകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്തു. അപ്പൊ നമ്മുടെ ബ്രൗസർ എന്ത് ചെയ്തു? ഒരു വെബ് പേജ് വെബ് സെർവറിന്റെ അകത്തുനിന്ന് റിക്വസ്റ്റ് ചെയ്തു. Okay, your email client download message from an email server. ഒരു ഇമെയിൽ ക്ലയന്റ്, നമ്മുടെ ഇമെയിൽ ക്ലയന്റ് മെസ്സേജിന് ഇമെയിൽ സെർവറിന്റെ അകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്തു. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? യുവർ ബ്രൗസർ റിക്വസ്റ്റ് എ വെബ് പേജ് ഫ്രം എ വെബ് സെർവർ. അതുപോലെ തന്നെ നമ്മുടെ ബ്രൗസർ ഒരു വെബ് പേജ് വെബ് സെർവറിന്റെ അകത്തുനിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. സോ എല്ലാ ക്ലയന്റും എന്ത് ചെയ്യണം? സെർവറുമായിട്ട് സർവീസസ് കിട്ടണം എന്നുണ്ടെങ്കിൽ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, മസ്റ്റ് ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചില നോഡ്സിന് ക്ലയന്റ് ആയിട്ടും സെർവറായിട്ടും ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ ഒരു ആപ്ലിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ക്ലയന്റ് ആയിട്ടാണോ സെർവർ ആയിട്ടാണോ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പിയർ ടു പിയർ നെറ്റ്വർക്ക്. ഓക്കെ, സോ ക്ലയൻസ് എന്ന് പറയുന്നത് സെർവേഴ്സ്, അതായത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സെർവേഴ്സിന്റെ കൺസ്യൂമേഴ്സ് ആണ്. നമ്മുടെ ഇമെയിൽ ക്ലയന്റ് ഇമെയിൽ സെർവറിന്റെ അകത്തുനിന്ന് മെസ്സേജ് ഡൗൺലോഡ് ചെയ്യും. ബ്രൗസർ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രൗസർ വെബ് പേജിന് വേണ്ടിയിട്ട് വെബ് സെർവറിന്റെ അകത്തുനിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എല്ലാ ക്ലയന്റും മസ്റ്റ് ആയിട്ടും സർവീസസ് കിട്ടണം എന്നുണ്ടെങ്കിൽ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചില നോഡ്സ് ക്ലയന്റ് ആയിട്ടും സെർവറായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ആപ്ലിക്കേഷൻ. പിയർ ടു പിയർ നെറ്റ്വർക്ക് ഇസ് എൻ എക്സാമ്പിൾ. സോ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ടൈപ്സ് ഓഫ് നോഡ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. ഇവിടെ നമുക്ക് 4 ടൈപ്സ് ഓഫ് നോഡ്സ് ഉള്ളത്. ദാറ്റ് ഈസ് എൻഡ് നോഡ്സ് അല്ലെങ്കിൽ ഹോസ്റ്റ് നോഡ്സ്, ഇന്റർമീഡിയറ്റ് നോഡ്സ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് നോഡ്, സെർവർ നോഡ് അല്ലെങ്കിൽ ക്ലയന്റ് നോഡ്. എൻഡ് നോഡ് അല്ലെങ്കിൽ ഹോസ്റ്റ് നോഡ് എന്ന് പറയുന്നത്, എൻഡ് നോഡ്സിനെ നമുക്ക് ഹോസ്റ്റ് നോഡ്സ് എന്നും കൂടെ പറയാം. ഇതെന്താ? ഇത് ഡിവൈസസ് ആണ്. അതായത് generate or consume data in a network. Okay, നെറ്റ്വർക്കിന്റെ അകത്തുള്ള ഡേറ്റ ജനറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുകയോ ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡ് നോഡ്സ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, സ്മാർട്ട് ഫോൺസ്, പ്രിന്റേഴ്സും എന്താ ഈ എൻഡ് നോഡിന് എക്സാമ്പിൾ ആണ്. സോ നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് നോഡ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് നോഡ് ആണ്. ഇന്റർമീഡിയറ്റ് നോഡ്സ് എന്ന് പറയുന്നതും ഒരു ഡിവൈസസ് ആണ്. അതായത് ഡേറ്റ നോഡുകൾ തമ്മിലുള്ള ഡേറ്റ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നോഡുകൾ തമ്മിൽ ഡേറ്റ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഡിവൈസസിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് നോഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റൗട്ടേഴ്സ്, സ്വിച്ചസ്, ഹബ്. നെക്സ്റ്റ് സെർവർ നോഡ്സ്. സെർവർ നോഡ്സ് എന്ന് പറയുന്നത് അതായത് സർവീസസ്, അതായത് നെറ്റ്വർക്കിന്റെ അകത്തുള്ള മറ്റുള്ള നോഡ്സിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസസ്. നെറ്റ്വർക്കിന്റെ അകത്തുള്ള മറ്റുള്ള നോഡ്സിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ സെർവർ നോഡ്സ് എന്ന് പറയുന്നത്. വെബ് സെർവർ, ഡേറ്റാബേസ് സെർവേഴ്സ്, ഇമെയിൽ സെർവേഴ്സ് ഒക്കെ സെർവർ നോഡിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് client node. This is the final type of node. Okay, client node എന്ന് പറയുന്നത് ഇതും ഒരു ഡിവൈസസ് ആണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സെർവർ നോഡിന്റെ അകത്തുനിന്ന് സർവീസസിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ ക്ലൈന്റ് നോഡ് എന്ന് പറയുന്നത്. സോ ക്ലൈന്റ് നോഡ്സ് ആർ ഡിവൈസസ് ദാറ്റ് റിക്വസ്റ്റ് സർവീസസ് ഫ്രം സെർവർ നോഡ്സ്. ഫോർ എക്സാമ്പിൾ, ബ്രൗസേഴ്സ്, ഇമെയിൽ ക്ലയന്റ്, ആപ്പ് ഓൺ സ്മാർട്ട് ഫോൺസ്. ഓക്കെ, ബ്രൗസേഴ്സ്, ഇമെയിൽ ക്ലയന്റ്സ്, ആപ്സ് ഓൺ സ്മാർട്ട് ഫോൺസ് എന്താ? ക്ലൈന്റ് നോഡിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് മാക് അഡ്രസ്. മാക് അഡ്രസ് എന്ന് പറയുന്നത് എന്താ? മാക്കിന്റെ ഫുൾ ഫോം എന്താ? മീഡിയ ആക്സസ് കൺട്രോൾ ആണ്. ഓക്കെ, മാക്കിന്റെ ഫുൾ ഫോം എന്താണ്?
മീഡിയ ആക്സസ് കൺട്രോൾ ആണ്. അപ്പൊ ഒരു MAC അഡ്രസ് എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ ഐഡന്റിഫയർ ആണ്. ഇത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡുമായിട്ട് ഒരു ഡിവൈസിനെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡുമായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഒരു MAC അഡ്രസ് എന്ന് പറയുന്നത് യുണീക്ക് ഹാർഡ്വെയർ ഐഡന്റിഫയർ ആണ്. യുണീക്ക് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ ഐഡന്റിഫയർ ആണ്. ഇത് ഒരു ഡിവൈസിന്റെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡുമായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എല്ലാ നെറ്റ്വർക്ക് ഡിവൈസസ്, അതായത് ഈ കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺസ്, റൗട്ടേഴ്സ് ഒക്കെ എല്ലാ നെറ്റ്വർക്ക് ഡിവൈസസ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺസ്, റൗട്ടേഴ്സിനും ഒരു നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് അഥവാ NIC ഉണ്ടാവും. ഏതൊരു നെറ്റ്വർക്ക് ഡിവൈസ് എടുത്തു കഴിഞ്ഞാലും, കമ്പ്യൂട്ടേഴ്സ് ആവാം, സ്മാർട്ട് ഫോൺസോ അല്ലെങ്കിൽ ഈവൻ റൗട്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഇതിനെല്ലാം ഉണ്ടാവും. അപ്പൊ ഒരു MAC അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? പെർമനന്റ് യുണീക്ക് ഐഡന്റിഫയർ ആണ്, embedded in the NIC by the manufacturer. അപ്പൊ ഒരു MAC അഡ്രസ് എന്ന് പറയുന്നത് പെർമനന്റ് യുണീക്ക് ഐഡന്റിഫയർ ആണ്. MAC അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? പെർമനന്റ് യുണീക്ക് ഐഡന്റിഫയർ ആണ്, embedded in the NIC by the manufacturer. ഇത് യൂസ് ചെയ്യുന്നത്, ഇത് എന്തിനു വേണ്ടിയിട്ടാ യൂസ് ചെയ്യുന്നത്? ഡിവൈസസ് ഡേറ്റ ലിങ്ക് ലെയറിൽ OSI മോഡലിന്റെ ഡേറ്റ ലിങ്ക് ലെയറിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ഡിവൈസസ് അറ്റ് ദ ഡേറ്റ ലിങ്ക് ലെയർ ഓഫ് OSI മോഡൽ. ഒരു OSI മോഡലിന്റെ ഡേറ്റ ലിങ്ക് ലെയറിൽ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിവൈസസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു MAC അഡ്രസ്സസ് യൂസ് ചെയ്യുന്നത്. ഈ MAC അഡ്രസ്സിന്റെ എക്സാമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത്. This is an example for MAC address. അപ്പോൾ ഒരു MAC address എന്ന് പറയുന്നത് യുണീക്ക് ഹാർഡ്വെയർ ഐഡന്റിഫയർ ആണ്. ഇത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്, ഒരു ഡിവൈസിന്റെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്താന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, റൈറ്റ്? അപ്പൊ NIC ആയിട്ട് ഇത് അസൈൻ ചെയ്തിട്ടുണ്ടാവും. എല്ലാ നെറ്റ്വർക്ക് ഡിവൈസസും, അതായത് കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺസ് അല്ലെങ്കിൽ റൗട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതിനെല്ലാം ഒരു നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് അഥവാ NIC ഉണ്ടാവും. ഒരു MAC അഡ്രസ് എന്ന് പറയുന്നത് പെർമനന്റ് യുണീക്ക് ഐഡന്റിഫയർ ആണ്, വിച്ച് ഇസ് എംബഡഡ് ഇൻ ദ NIC ബൈ ദ മാനുഫാക്ചറർ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡിവൈസസിന അതായത് OSI മോഡലിന്റെ അകത്തുള്ള ഡേറ്റ ലിങ്ക് ലെയറിലെ ഡിവൈസസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫീച്ചേഴ്സ് ഓഫ് MAC അഡ്രസ് എന്തൊക്കെയാണ്? MAC അഡ്രസ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 48-bit അഡ്രസ് ആണ്. അതായത് യൂഷ്വലി ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് 12 ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് ആയിട്ടായിരിക്കും. 12 ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് ആയിട്ടാണ് യൂഷ്വലി ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വിച്ച് ഇസ് സെപ്പറേറ്റഡ് ബൈ കോളംസ് അല്ലെങ്കിൽ ഹൈഫൺസ്. ഒരു കോളം വെച്ചിട്ടോ അല്ലെങ്കിൽ ഹൈഫൺ വെച്ചിട്ടോ ഈ 12 ഹെക്സാഡെസിമൽ ഡിജിറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ 48-bit അഡ്രസ് ആണ് MAC അഡ്രസ് എന്ന് പറയുന്നത്. 48-bit അഡ്രസ് ആണ്. ഇത് യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് 12 ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ്. അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോളംസ് അല്ലെങ്കിൽ ഹൈഫൻസ് വെച്ചിട്ടാണ്. സോ ഇവിടെ നമ്മൾ താഴെ ഈ ഒരു MAC അഡ്രസിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 00 1A 2B 3C 4D 5E. This is an example for simple example for MAC address. ഇതൊരു MAC അഡ്രസ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ഗ്ലോബലി യുണീക്ക് ആണ്. ഈ ഓരോ MAC അഡ്രസ്സും ഒരു ഡിവൈസിന് യുണീക്ക് ആയിരിക്കും. അതായത് ഇപ്പോൾ ഓരോ ഡിവൈസ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ MAC അഡ്രസ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. അതേപോലെ തന്നെ അസൈൻഡ് ബൈ ദ മാനുഫാക്ചറർ. അസൈൻഡ് ബൈ ദ മാനുഫാക്ചറർ. ഗ്ലോബലി യുണീക്ക് ആണ്. ഇപ്പോൾ ഓരോ MAC അഡ്രസ് എടുത്തു കഴിഞ്ഞാലും അത് യുണീക്ക് ആണ്. നമ്മുടെ ഡിവൈസിന് യുണീക്ക് ആയിട്ടുള്ള MAC അഡ്രസ്സസ് ആണ് ഉണ്ടാവുന്നത്. ആൻഡ് വിച്ച് ഇസ് അസൈൻഡ് ബൈ ദ മാനുഫാക്ചറർ. ലെയർ ടു യൂസേജ്. ഇത് ഡിവൈസസിന് സെയിം ലോക്കൽ നെറ്റ്വർക്കിന്റെ അകത്തുനിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് LAN, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, റൈറ്റ്? സോ ഇത് ഡിവൈസസിന് സെയിം ലോക്കൽ നെറ്റ്വർക്കിന്റെ അകത്തുനിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട് അല്ലെങ്കിൽ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പെർമനന്റ് ഐഡന്റിഫയർ. ഇവൻ ഈ ഒരു ഡിവൈസ് അതിന്റെ IP അഡ്രസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും MAC അഡ്രസ് സെയിം ആയിട്ട് തന്നെ നിൽക്കും. ഇവൻ ഡിവൈസ് അതിന്റെ IP അഡ്രസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും MAC അഡ്രസ് ഓൾവേസ് സ്റ്റേ സെയിം. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് MAC അഡ്രസ്?
48 ബിറ്റ് അഡ്രസ് ആണ്. യൂഷ്വലി ഇത് 12 ഹെക്സാഡെസിമൽ ഡിജിറ്റ് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് കോളം അല്ലെങ്കിൽ ഹൈഫൺ വെച്ചിട്ടാണ്. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ മാക് അഡ്രസ് 001A2B 3C 4D 5E. ഗ്ലോബലി യുണീക്ക് ആണ്. ഈ ഓരോ മാക് അഡ്രസ്സും ഡിവൈസസിന് യുണീക്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ അസൈൻഡ് ബൈ ദ മാനുഫാക്ചറർ ആണ്. നെക്സ്റ്റ് ലെയർ 2 യൂസേജ്. ഇത് ഡിവൈസസിന് ആ ഒരു സെയിം ലോക്കൽ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പെർമനന്റ് ഐഡന്റിഫയർ. ഈവൻ ഈ ഒരു ഡിവൈസ് അതിന്റെ IP അഡ്രസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ ഒരു മാക് അഡ്രസ് ഓൾവേസ് സ്റ്റേസ് ദ സെയിം. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് മാക് അഡ്രസ്സസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഥർനെറ്റ് നെറ്റ്വർക്ക് ആണ്. ഈ ഓരോ ഇഥർനെറ്റ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിനും മാക് അഡ്രസ്സസ് ഉണ്ടാവും. ഓക്കെ, ഇത് എന്ത് ഉറപ്പുവരുത്തുന്നുണ്ട്? പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റ ഡെലിവറി ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇഥർനെറ്റ് നെറ്റ്വർക്ക് ആണ്. ഈ ഓരോ ഇഥർനെറ്റ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എടുത്തു കഴിഞ്ഞാലും അതിന് ഒരു മാക് അഡ്രസ് ഉണ്ടാവും. ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റ ഡെലിവറി ഉറപ്പുവരുത്തുന്നുണ്ട്. സോ ഇഥർനെറ്റ് നെറ്റ്വർക്ക്. നെക്സ്റ്റ് വൈഫൈ നെറ്റ്വർക്ക്. ഈ മാക് അഡ്രസ്സസ് ആക്സസ് പോയിന്റിന് എന്തിനു വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്? അതായത് റെക്കഗ്നൈസ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡിവൈസിന് വേണ്ടിയിട്ട്. മാക് അഡ്രസ്സസ് അലൗ ആക്സസ് പോയിന്റ് ടു റെക്കഗ്നൈസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡിവൈസസ്. അതായത് റെക്കഗ്നൈസ് ചെയ്യാനും ഡിവൈസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ആക്സസ് പോയിന്റ്, മാക് അഡ്രസ് ആക്സസ് പോയിന്റിന് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിവൈസ് ഓതന്റിക്കേഷൻ. ഈ ഒരേ നെറ്റ്വർക്ക് തന്നെ മാക് ഫിൽട്ടറിങ് യൂസ് ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഡിവൈസസിനെ മാത്രം പെർമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സം നെറ്റ്വർക്ക് യൂസ് മാക് ഫിൽട്ടറിങ് ടു പെർമിറ്റ് ഓൺലി റെക്കഗ്നൈസ്ഡ് ഡിവൈസ്. അതായത് റെക്കഗ്നൈസ് ചെയ്തേക്കുന്ന ഡിവൈസസിനെ മാത്രം പെർമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില നെറ്റ്വർക്ക്സ് മാക് ഫിൽട്ടറിങ് യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെയായിരുന്നു ആപ്ലിക്കേഷൻസ് ഓഫ് മാക് അഡ്രസ് എന്ന് പറയുന്നത്? ഇഥർനെറ്റ് നെറ്റ്വർക്ക്സ്. ഈ ഓരോ ഇഥർനെറ്റ് NICക്കും ഒരു മാക് അഡ്രസ് ഉണ്ടാവും. ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റ ഡെലിവറി ഉറപ്പുവരുത്തുന്നുണ്ട്. വൈഫൈ നെറ്റ്വർക്ക്സ്. മാക് അഡ്രസ്സസ് ആക്സസ് പോയിന്റിന് റെക്കഗ്നൈസ് ചെയ്യാനും ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഡിവൈസ് ഓതന്റിക്കേഷൻ. ചില നെറ്റ്വർക്ക്സ് മാക് ഫിൽട്ടറിങ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഡിവൈസസിനെ മാത്രം പെർമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മാക് അഡ്രസ് എന്താന്ന് പറഞ്ഞു? ഇതൊരു യുണീക്ക് ആയിട്ടുള്ള, അതായത് മാക് അഡ്രസ് എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള ഹാർഡ്വെയർ ഐഡന്റിഫയർ ആണ്, വിച്ച് ഇസ് അസൈൻഡ് ടു എ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഓഫ് എ ഡിവൈസ്. ഓക്കെ, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് 48 ബിറ്റ് അഡ്രസ്സസ് പറഞ്ഞു, ഗ്ലോബലി യുണീക്ക് ആണെന്ന് പറഞ്ഞു, ലെയർ 2 യൂസേജ് പറഞ്ഞു, പെർമനന്റ് ഐഡന്റിഫയർ പറഞ്ഞു. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇഥർനെറ്റ് നെറ്റ്വർക്ക്സ്, അതുപോലെ തന്നെ വൈഫൈ നെറ്റ്വർക്ക്സിലെ ഡിവൈസ് ഓതന്റിക്കേഷൻ്റെ അകത്ത്. നെക്സ്റ്റ് IP അഡ്രസ്. ഒരു IP അഡ്രസ് അഥവാ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. IP എന്ന് പറയുന്നത് എന്താ? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ആണ്. ഇതൊരു ലോജിക്കൽ അഡ്രസ് ആണ്, വിച്ച് ഇസ് അസൈൻഡ് ടു എ നോഡ് ടു യൂണിക്ലി ഐഡന്റിഫൈ ഇറ്റ് ഓൺ എ നെറ്റ്വർക്ക്. ഓക്കെ, ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? നോഡിനെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? യുണീക്ക് ആയിട്ട് ആ ഒരു നെറ്റ്വർക്കിന്റെ അകത്തുനിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരു IP അഥവാ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ അഡ്രസ് ആണ്. ഓക്കെ, ഇത് ലോജിക്കൽ അഡ്രസ് ആണ്. ഇത് അസൈൻഡ് ടു എ നോഡ് ടു യുണീക്ലി ഐഡന്റിഫൈ ഇറ്റ് ഓൺ എ നെറ്റ്വർക്ക്. അതേ സമയത്ത് മാക് അഡ്രസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? മാക് അഡ്രസ് എന്താ ചെയ്യുന്നത്? ആ ഒരു ലോക്കൽ നെറ്റ്വർക്കിന്റെ അകത്തുനിന്ന് ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക് യൂസ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പൊ ഈ IP അഡ്രസ് എന്താ ചെയ്യുന്നത്? അതായത് മാക് അഡ്രസ് ആ ഒരു ലോക്കൽ നെറ്റ്വർക്കിന്റെ അകത്തുനിന്ന് ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാക് അഡ്രസ് യൂസ് ചെയ്യുന്നത്. അതേ സമയത്ത് IP അഡ്രസ് യൂസ് ചെയ്യുന്നത് ഡിവൈസസ്, അതായത് ആ ഒരു നെറ്റ്വർക്കിന്റെ അകത്തുള്ള ആ ഒരു ഡിവൈസസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, including the network. So IP address are used to identify devices across the network, including the internet.
ഒരു IP അഡ്രസ്സ് മെയിലിംഗ് അഡ്രസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതായത് IP അഡ്രസ്സ് മെയിലിംഗ് അഡ്രസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് ഡേറ്റാസ് ഒരു നെറ്റ്വർക്കിലൂടെ, അതായത് ഇറ്റ് എൻഷുർ ദാറ്റ് ഡേറ്റ സെൻഡ് ഓവർ എ നെറ്റ്വർക്ക്, ആ ഒരു നെറ്റ്വർക്കിലൂടെ കടന്നു പോയിട്ടുള്ള ആ ഒരു ഡേറ്റ കറക്റ്റ് ഡിവൈസിനകത്ത് തന്നെ, കറക്റ്റ് ഡിവൈസിനകത്ത് തന്നെ എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നുണ്ട്. സോ ഒരു IP അഡ്രസ്സ് ഒരു മെയിലിംഗ് അഡ്രസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് എന്ത് ഉറപ്പ് വരുത്തുന്നുണ്ട്? ആ ഒരു നെറ്റ്വർക്കിന്റെ അകത്തൂടെ കടന്നു പോയിട്ടുള്ള ഡേറ്റ അതിന്റെ കറക്റ്റ് ഡിവൈസിലോട്ടേക്ക് തന്നെ റീച്ച് ചെയ്ത് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഈ എല്ലാ ഡിവൈസസും നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതായത് എല്ലാ ഡിവൈസസും ഈ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസിനും ഒരു യുണീക്ക് ആയിട്ടുള്ള IP അഡ്രസ്, ആ ഒരു നെറ്റ്വർക്കിന്റെ അകത്ത് തന്നെ യുണീക്ക് ആയിട്ടുള്ള IP അഡ്രസ് എന്തായാലും വേണം. സോ IP അഡ്രസ് എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ അഡ്രസ് ആണ്, വിച്ച് ഇസ് അസൈൻഡ് ടു എ നോഡ് ടു യുണീക്ലി ഐഡന്റിഫൈ ഇറ്റ് ഓൺ എ നെറ്റ്വർക്ക്. അതേ സമയത്ത് ഈ MAC അഡ്രസ് ലോക്കൽ നെറ്റ്വർക്കിന്റെ അകത്തുള്ള ഡിവൈസസ് അഡ്രസ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് IP അഡ്രസ് അക്രോസ് ദ നെറ്റ്വർക്ക് ഡിവൈസിന് used to identify devices across the network including internet. ഒരു IP അഡ്രസ് മെയിലിംഗ് അഡ്രസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് എന്ത് ഉറപ്പ് വരുത്തുന്നുണ്ട്? ഈ നെറ്റ്വർക്കിന്റെ അകത്തൂടെ, ഈ നെറ്റ്വർക്കിലൂടെ കടത്തി വിട്ടിട്ടുള്ള ഡേറ്റ കറക്റ്റ് ഡിവൈസിലകത്ത് തന്നെയാണ് എത്തുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഈ എല്ലാ ഡിവൈസസും നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതായത് ഈ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസിനും എന്ത് വേണം? ഒരു യുണീക്ക് ആയിട്ടുള്ള IP അഡ്രസ് ഈ ഒരു നെറ്റ്വർക്കിന്റെ അകത്ത് വേണം. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് IP അഡ്രസ്സസ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് IP അഡ്രസ്സസിനുള്ളത്? ഇത് യൂസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയർ ആണ്. അതായത് OSI മോഡലിന്റെ അകത്തുള്ള നെറ്റ്വർക്ക് ലെയറിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ലെയർ 3. നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നത് OSI മോഡലിന്റെ 3rd ലെയർ ആണ്. സോ ഈ OSI മോഡലിന്റെ അകത്തുള്ള നെറ്റ്വർക്ക് ലെയറിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് MAC അഡ്രസ്സസ് പോലെയല്ല, ഇത് വർക്ക് ചെയ്യുന്നത് ലെയർ 2ലാണ്. അതായത് MAC അഡ്രസ് വർക്ക് ചെയ്യുന്നത് ലെയർ 2ലാണ്, റൈറ്റ്? MAC അഡ്രസ് വർക്ക് ചെയ്യുന്നത് ലെയർ 2ലാണ്. ബട്ട് ഇതുപോലെയല്ല, IP അഡ്രസ്സസ് ഈ OSI മോഡലിന്റെ അകത്തുള്ള നെറ്റ്വർക്ക് ലെയറിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡൈനാമിക് അല്ലെങ്കിൽ സ്റ്റാറ്റിക്. ഡൈനാമിക് IP എന്ന് പറയുന്നത് ഇത് ഓട്ടോമാറ്റിക്കലി നെറ്റ്വർക്കുമായിട്ട് അസൈൻഡ് ഓട്ടോമാറ്റിക്കലി ബൈ എ നെറ്റ്വർക്ക്. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നെറ്റ്വർക്ക് വഴി ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അസൈൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ DHCP. സ്റ്റാറ്റിക് IP എന്ന് പറയുന്നത് ഇത് മാനുവലി ആയിരിക്കും അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്, ആൻഡ് അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. സോ ഡൈനാമിക് IP അഡ്രസ്സും ഉണ്ട്, സ്റ്റാറ്റിക് IP അഡ്രസ്സും ഉണ്ട്. ഡൈനാമിക് IP അഡ്രസ് എന്ന് പറയുന്നത് അസൈൻഡ് ഓട്ടോമാറ്റിക്കലി by a network. Static എന്ന് പറയുന്നത് manually assigned and does not change. Essential for devices to communicate across network including LANs, WANs and the internet. Essential for devices to communicate across network including LANs, WANs and the internet. So features of IP address എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയർ, OSI മോഡലിന്റെ അകത്തുള്ള നെറ്റ്വർക്ക് ലെയർ, ദാറ്റ് ഇസ് ലെയർ 3ലാണ്. ഒരിക്കലും MAC അഡ്രസ് പോലെ ലെയർ 2ന്റെ അകത്തല്ല. നെക്സ്റ്റ്, ഡൈനാമിക്. 2 ടൈപ്സ് ഉള്ളത് IP അഡ്രസ്, ദാറ്റ് ഇസ് ഡൈനാമിക്കും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിക്കും ഉണ്ട്. ഡൈനാമിക് IP എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്യുന്നത് ബൈ എ നെറ്റ്വർക്ക്. ഫോർ എക്സാമ്പിൾ DHCP. സ്റ്റാറ്റിക് IP അഡ്രസ് എന്ന് പറയുന്നത് ഇത് മാനുവലി അസൈൻഡ് ആണ്, അതേപോലെ തന്നെ ഇതൊരിക്കലും ചേഞ്ച് ചെയ്യൂല. എസെൻഷ്യൽ ഫോർ ഡിവൈസസ് ടു കമ്മ്യൂണിക്കേറ്റ് അക്രോസ് നെറ്റ്വർക്ക് ഇൻക്ലൂഡിംഗ് LANs and WANs and the internet. ഇനി നമുക്ക് IP അഡ്രസ്സിന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ IP അഡ്രസ് 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഇസ് IPv4 ആൻഡ് IPv6. സോ ടൈപ്സ് ഓഫ് IP അഡ്രസ് ഇവിടെ 2 ടൈപ്സ് ആണ് ഉള്ളത്, ദാറ്റ് ഇസ് IPv4 ആൻഡ് IPv6. IPv4 എന്ന് പറയുന്നത് എന്താ? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 ആണ്. ഇതൊരു 32 ബിറ്റ് അഡ്രസ്സസ് ആണ്. IPv4 എന്ന് പറയുന്നത് ഒരു 32 ബിറ്റ് അഡ്രസ്സസ് ആണ്. ഇത് ഡെസിമൽ നൊട്ടേഷനിലാണ് എഴുതിയിട്ടുണ്ടാവുക. അതായത് 4 ഒക്ടറ്റ് separated by dots. സോ ഇതൊരു 32 ബിറ്റ് അഡ്രസ് ആണ്. ഇത് ഡെസിമൽ നൊട്ടേഷന്റെ അകത്താണ് ഇത് എഴുതിയിട്ടുണ്ടാവുന്നത്, വിത്ത് 4 octets separated by dots. 4 octets ഉണ്ടാവും, which is separated by dots.
Suppose about ഇത് എന്ത് ചെയ്യുന്നുണ്ട് 4.3 ബില്യൺ യുണീക്ക് അഡ്രസ്സസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ട് അബൌട്ട് 4.3 ബില്യൺ യുണീക്ക് അഡ്രസ്സസ്. സോ IPv4 ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 ആണ്. ഇതൊരു 32-bit അഡ്രസ്സസ് ആണ്, റിട്ടേൺ ഇൻ ഡെസിമൽ നൊട്ടേഷൻ വിത്ത് 4 octets separated by dots. For example, 192.168.1.1. This is an example for IPv4. Okay, ഇത് support about 4.3 billion unique addresses. Next type എന്ന് പറയുന്നത് IPv6, that is Internet Protocol version 6 ആണ്. ഇതെന്താ? നേരത്തെ നമ്മൾ പറഞ്ഞു 32-bit ആണെന്ന് പറഞ്ഞു. ബട്ട് ഇത് 128-bit addresses ആണ്. ഇത് ഹെക്സാഡെസിമൽ നൊട്ടേഷനിലാണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത് ആൻഡ് സെപ്പറേറ്റഡ് ബൈ columns. Okay, so 128-bit addresses ആണ്. ഇത് ഹെക്സാഡെസിമൽ നൊട്ടേഷനിലാണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. ഇത് കോളം വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. 001 0DB8 8583 0000 0000 8A 2E 037A 7334. This is an example for IPv6 അഥവാ Internet Protocol version 6. ഇത് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഓവർകം, അതായത് ഈ IPv4 അകത്ത് എക്സ്ഹോഷൻ അഡ്രസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ അകത്ത് ഈ IPv4 അഡ്രസ്സസ് എക്സ്ഹോഷൻ. സോ ഇത് എന്ത് ചെയ്യുന്നു, ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു IPv6, അതായത് IPv4 അകത്ത് വന്നിട്ടുള്ള പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു IPv6 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ IPv6 എന്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. IPv6 also includes features for simplified routing, better security and support for more devices in the modern internet. ഈ modern internetന്റെ അകത്തുള്ള ഒരുപാട് ഡിവൈസസിനെ ഇത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ചെയ്യുന്നുണ്ട്. സോ 128-bit addresses ഇത് ഹെക്സാഡെസിമൽ നൊട്ടേഷനിലാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇത് കോളൻ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ IPv4. ഓക്കെ, സോ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഓവർകം IPv4 അഡ്രസ് എക്സ്ഹോഷൻ. സോ IPv6 എന്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫീച്ചേഴ്സ് ഫോർ സിംപ്ലിഫൈഡ് റൗട്ടിംഗ്, ബെറ്റർ സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് ഫോർ മോർ ഡിവൈസസ് ഇൻ ദ മോഡേൺ ഇന്റർനെറ്റ്. നെക്സ്റ്റ് IPv4 അഡ്രസ്സിങ്. IPv4 അഡ്രസ്സിങ് എന്ന് പറയുന്നത് എന്താ? ഈ IPv4 32-bit അഡ്രസ് ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ IPv4 യൂസസ് 32-bit അഡ്രസ് ഫോർമാറ്റ്. ഇത് എന്ത് അനുവദിക്കുന്നുണ്ട്? അപ്രോക്സിമേറ്റ്ലി 4.3 ബില്യൺ യുണീക്ക് അഡ്രസ്സസിന് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, ഇത് 32-bit അഡ്രസ് ഫോർമാറ്റ് ആണ് അനുവദിക്കുന്നത്. ഇത് അപ്രോക്സിമേറ്റ്ലി 4.3 ബില്യൺ യുണീക്ക് അഡ്രസ്സസ് അനുവദിക്കുന്നുണ്ട്. സ്ട്രക്ചർ ഓഫ് IPv4 അഡ്രസ്സസ്. എന്താണ് IPv4 അഡ്രസ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്? IPv4 അഡ്രസ്സസ് 32-bit ലോങ് ആണ്. ഓക്കെ, IPv4 അഡ്രസ്സസ് എന്ന് പറയുന്നത് 32-bit ലോങ് ആണ്. ഇതിനെ 4 octet ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഓരോന്നും 8 bit കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, 4 octets ഇതിനെ 4 octet ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഓരോന്നിനും 8 bits ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. സോ ഈ ഓരോ octetഉം റെപ്രസെന്റ് ചെയ്യുന്നത് ഡെസിമൽ ഫോമിലാണ്, റേഞ്ചിങ് ഫ്രം 0 to 255. ഓക്കെ, ഈ ഓരോ octetഉം റെപ്രസെന്റ് ചെയ്യുന്നത് ഡെസിമൽ ഫോമിലാണ്, റേഞ്ചിങ് ഫ്രം 0 to 255. ഫോർ എക്സാമ്പിൾ 192.168.1.10 റൈറ്റ്. സോ ഈ ഒരു 4 octet, അതായത് ഇതിനെ 4 octet ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. സോ IPv4 അഡ്രസ്സസ് 32-bit ലോങ്, ഇതിനെ 4 octet ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോന്നിനും 8 bits കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഈ ഓരോ octetഉം റെപ്രസെന്റ് ചെയ്യുന്നത് ഡെസിമൽ ഫോമിലാണ്, റേഞ്ചിങ് ഫ്രം 0 to 255. നെക്സ്റ്റ്, ക്ലാസസ് ഓഫ് IPv4 അഡ്രസ്സസ്. IPv4 അഡ്രസ്സസിന് ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് അതിന്റെ നെറ്റ്വർക്കിന്റെ സൈസും അതുപോലെ തന്നെ പേർപ്പസും ബേസ് ചെയ്തിട്ട്, നെറ്റ്വർക്ക് സൈസ് ആൻഡ് പേർപ്പസ് ബേസ് ചെയ്തിട്ട് IPv4 അഡ്രസ്സിന് 4, അതായത് ഡിഫറെന്റ് ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്ത് ബേസ് ചെയ്തിട്ടാണ് ഡിഫറെന്റ് ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? നെറ്റ്വർക്കിന്റെ സൈസ്, പേർപ്പസ് ഒക്കെ ബേസ് ചെയ്തിട്ട്
ഈ IPv4 അഡ്രസ്സിന് ഡിഫറെന്റ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഹിയർ വി ഹാവ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് എ ആണ്. ഓക്കെ, അതായത് 1 തൊട്ടിട്ട് 126 വരെ ഇതാണ് ക്ലാസ് എ എന്ന് പറയുന്നത്. റേഞ്ചസ് ബിറ്റ്വീൻ 1 to 126. ഇത് മെയിൻലി ഡിസൈൻ ചെയ്തേക്കുന്നത് വലിയ നെറ്റ്വർക്ക്സ്, അതായത് ഒരുപാട് ഹോസ്റ്റുകൾ ഉള്ള വലിയ നെറ്റ്വർക്ക്സിന് വേണ്ടിയിട്ടാണ് ഇത് മെയിൻലി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഫസ്റ്റ് ഒക്ടറ്റ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യുന്നത് നെറ്റ്വർക്ക്സിനെയും ബാക്കി വരുന്ന 3 ഒക്ടറ്റും ഐഡന്റിഫൈ ചെയ്യുന്നത് ഹോസ്റ്റിനെയും ആണ്. ഓക്കെ, സോ ക്ലാസ് എ വലിയ നെറ്റ്വർക്കിന് വേണ്ടിയിട്ട്, ഒരുപാട് ഹോസ്റ്റുകൾ ഉള്ള വലിയ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ് ബി. ക്ലാസ് ബി എന്ന് പറയുന്നത് 128 to 191.255. ഓക്കെ, ഇത്രയുമാണ് ക്ലാസ് ബി റേഞ്ച് ചെയ്യുന്നത്. ഇത് മീഡിയം സൈസ്ഡ് നെറ്റ്വർക്ക് ആണ്. ഓക്കെ, ഇറ്റ്സ് എ മീഡിയം സൈസ്ഡ് നെറ്റ്വർക്ക്. ഇവിടെ ആദ്യത്തെ 2 ഒക്ടറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ 2 ഒക്ടറ്റ് നെറ്റ്വർക്കിന് വേണ്ടിയിട്ടും ലാസ്റ്റ് വരുന്ന 2 ഒക്ടറ്റ് ഹോസ്റ്റിന് വേണ്ടിയിട്ടും ഉള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് 2 ഒക്ടറ്റ് ഫോർ നെറ്റ്വർക്കും ലാസ്റ്റ് 2 ഫോർ ഹോസ്റ്റും ആണ്. ക്ലാസ് സി. ക്ലാസ് സി എന്ന് പറയുന്നത് 192.0.0.0 to 223.255.255.0. ഇത് ചെറിയൊരു നെറ്റ്വർക്ക് ആണ്, സ്മോൾ നെറ്റ്വർക്ക് ആണ്. ഇവിടെ ആദ്യത്തെ 3 ഒക്ടറ്റ് നെറ്റ്വർക്കിന് വേണ്ടിയിട്ടും ലാസ്റ്റ് വരുന്ന 1 ഒക്ടറ്റ് ഹോസ്റ്റിന് വേണ്ടിയിട്ടും ഉള്ളതാണ്. ഓക്കെ, ഇനി ക്ലാസ് ഡി, ദാറ്റ് ഇസ് എ മൾട്ടി കാസ്റ്റ്, അതായത് 224.0.0.0 to 239.255.255.255. ഇത് റിസർവ്ഡ് ഫോർ മൾട്ടി കാസ്റ്റ് ഗ്രൂപ്പ്സ്. മൾട്ടി കാസ്റ്റ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഇത് ഓൾറെഡി റിസർവ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് ക്ലാസ് സി. ഇത് എക്സ്പെരിമെന്റൽ ആണ്, അതായത് 240.0.0.0 to 255.255.255. ഓക്കെ, ഇത് ഫ്യൂച്ചറോ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ യൂസിന് വേണ്ടിയിട്ട് റിസർവ്ഡ് ആയിരിക്കും. സോ ക്ലാസ് എയും ബിയും സിയും യൂസ് ചെയ്യുന്നത് റെഗുലർ ഡിവൈസ് അഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടും അതേ സമയത്ത് ഡിയും ഇയും സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ് എ ബി സി ഫോർ റെഗുലർ ഡിവൈസസിന് വേണ്ടിയിട്ട്, ഡിവൈസ് അഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടും ഡിയും ഇയും സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. Next, limitations of IPv4. Limitations of IPv4. Exhaustion of addresses. Okay, exhaustion of addresses. 4.3 billion addresses are insufficient for the growing number of devices. Okay, exhaustion of addresses പറഞ്ഞു. ഇവിടെ 4.3 billion addresses എന്താണ്? അതായത് വളർന്നു വരുന്ന നമ്പർ ഓഫ് ഡിവൈസസിന് ഇൻസഫിഷ്യന്റ് ആയിട്ട് വരും. ഇതെന്ന് പറയുന്നത്, ഈ ഒരു ലിമിറ്റേഷൻ ഈ ഒരു IPv6ന്റെ ഡെവലപ്മെന്റിന് കാരണമായിട്ടുണ്ട്. വിച്ച് പ്രൊവൈഡ് വാസ്റ്റ്ലി ലാർജർ അഡ്രസ് സ്പേസ്. ഓക്കെ, സോ IPv4 അഡ്രസ്സിംഗ് പറഞ്ഞു. IPv4 ഒരു 32 ബിറ്റ് അഡ്രസ് ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് അപ്രോക്സിമേറ്റ്ലി 4.3 ബില്യൺ യുണീക്ക് അഡ്രസ്സസ് അനുവദിക്കുന്നുണ്ട്. ഇതിന്റെ ആ സ്ട്രക്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് IPv4 അഡ്രസ്സസിന് 32 ബിറ്റ് ലോങ് ആണ്. ഇതിനെ 4 ഒക്ടറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോന്നിനും 8 ബിറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ ഓരോ ഒക്ടറ്റും റെപ്രസെന്റ് ചെയ്യുന്നത് ഡെസിമൽ ഫോമിലാണ്, റേഞ്ചിങ് ഫ്രം 0 to 255. എക്സാമ്പിൾ 192.168.1.10. ഇനി നമുക്ക് ക്ലാസസ് ഓഫ് IPv4 അഡ്രസ്സസ് നോക്കാം. ഈ IPv4 അഡ്രസ്സസിന് ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിലാണ് ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? നെറ്റ്വർക്ക് സൈസ് അല്ലെങ്കിൽ പർപ്പസ് ബേസ് ചെയ്തിട്ടാണ്. ക്ലാസ് എ എന്ന് പറയുന്നത് 1.0.0.0 to 126.0.0.0. ഇത് മെയിൻലി ഡിസൈൻ ചെയ്തേക്കുന്നത് വലിയ നെറ്റ്വർക്ക്, അതായത് ഒരുപാട് ഹോസ്റ്റുകളോട് കൂടിയിട്ടുള്ള വലിയ നെറ്റ്വർക്ക്സിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഒക്ടറ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് നെറ്റ്വർക്കിനെയും ബാക്കി വരുന്ന റിമൈനിങ് 3 ഐഡന്റിഫൈ ചെയ്യുന്നത് ഹോസ്റ്റുകളെയുമാണ്.
ക്ലാസ് ബി എന്ന് പറയുന്നത് 128.0.0.0 ടു 191.255.0.0. ഇതൊരു മീഡിയം സൈസ്ഡ് നെറ്റ്വർക്ക് ആണ്. ഓക്കെ, മീഡിയം സൈസ്ഡ് നെറ്റ്വർക്ക് ആണ്. ആദ്യത്തെ 2 ഒക്ടറ്റ് നെറ്റ്വർക്കിന് വേണ്ടിയിട്ടും ലാസ്റ്റ് വരുന്ന 2 ഒക്ടറ്റ് ഹോസ്റ്റിക്കിന് വേണ്ടിയിട്ടുമാണ്. നെക്സ്റ്റ് ക്ലാസ് 3, ക്ലാസ് സി 192.0.0.0 to 23.255.255.0. ഇവിടെ ചെറിയ നെറ്റ്വർക്ക്സ് ആണ്. ഓക്കെ, ആദ്യത്തെ 3 ഒക്ടറ്റ്സ് നെറ്റ്വർക്കിന് വേണ്ടിയിട്ടും ലാസ്റ്റിലുള്ള ഒക്ടറ്റ് ഹോസ്റ്റിന് വേണ്ടിയിട്ടുമാണ്. നെക്സ്റ്റ് ക്ലാസ് ഡി, ദാറ്റ് ഇസ് മൾട്ടി കാസ്റ്റ്. ഇവിടെ 224.0.0.0 to 239.255.255.255. ഇത് റിസർവ് ചെയ്ത് വെച്ചേക്കുന്നത് മൾട്ടി കാസ്റ്റ് ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ടാണ്. സോ റിസർവ്ഡ് ഫോർ മൾട്ടി കാസ്റ്റ് ഗ്രൂപ്പ്. ക്ലാസ് സി എക്സ്പെരിമെന്റൽ ആണ്. ഓക്കെ, ഇത് മെയിൻലി റിസർവ് ചെയ്തേക്കുന്നത് ഫ്യൂച്ചർ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ യൂസിന് വേണ്ടിയിട്ടാണ്. ക്ലാസ് എ, ബി ആൻഡ് സി യൂസ് ചെയ്യുന്നത് റെഗുലർ ഡിവൈസ് അഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടും അതേ സമയത്ത് ഈക്ക് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുമാണ്. Okay, limitations of IPv4, exhaustion of addresses. അതായത് 4.3 ബില്യൺ അഡ്രസ്സസ് എന്ന് പറയുന്നത് ഈ വളർന്നു വരുന്ന നമ്പർ ഓഫ് ഡിവൈസസിന് ഇൻസഫീഷ്യന്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ലിമിറ്റേഷൻ ആണ് ഈ IPv6ന്റെ ഡെവലപ്മെന്റിന് കാരണമായിട്ടുള്ളത്. ഇത് വളരെ വലിയ രീതിയിലുള്ള ലാർജ് അഡ്രസ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് IPv6 അഡ്രസ്സസ്. IPv6 എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് IP അഡ്രസ്സിംഗ് സ്കീമാണ്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് 128 ബിറ്റ് അഡ്രസ്സസ് ആണ്. ഓക്കെ, ഇത് എന്തിന് അലൗ ചെയ്യുന്നുണ്ട്? ഓൾമോസ്റ്റ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് യുണീക്ക് അഡ്രസ്സിങ്ങിന് അനുവദിക്കുന്നുണ്ട്. സോ IPv6 എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് IP അഡ്രസ്സിംഗ് സ്കീമാണ് യൂസിങ് 128 ബിറ്റ് അഡ്രസ്സിംഗ്. ഇത് ഓൾമോസ്റ്റ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് യുണീക്ക് അഡ്രസ്സിങ്ങിന് അനുവദിക്കുന്നുണ്ട്. സോ സ്ട്രക്ചർ ഓഫ് IPv6 അഡ്രസ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചർ ഓഫ് IPv6 അഡ്രസ്. ഈ IPv6 അഡ്രസ്സസ് എന്ന് പറയുന്നത് 128 ബിറ്റ് ലോങ് ആണ്. ഓക്കെ, IPv6 അഡ്രസ്സസ് എന്ന് പറയുന്നത് 128 ബിറ്റ് ലോങ് ആണ്. അതായത് ഓൾമോസ്റ്റ് 16 ബൈറ്റ്സ് ആണ്. റിട്ടേൺ ഇൻ ഹെക്സാഡെസിമൽ നൊട്ടേഷൻ. ഇതിനെ 8 ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഓരോ ബ്ലോക്സിലും 16 ബിറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, 8 ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ഓരോ ബ്ലോക്സിലും 16 ബിറ്റ്സ് അഥവാ 4 ഹെക്സ് ഡിജിറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഈ ബ്ലോക്സ് എല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നത് കോളം വെച്ചിട്ടാണ്. ഓക്കെ, ഓരോ ബ്ലോക്സും കോളം വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ 2001 colon 0DB8 8503 0000 0000 882E 0370 7334. This is an example for IPv6 addressing. Okay. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ കീ പോയിന്റ്സ് എന്ന് പറയുന്നത്? ഹ്യൂജ് അഡ്രസ് സ്പേസ് എന്തിന് അനുവദിക്കുന്നുണ്ട്? 340 അൺഡെസിലിയൻ യുണീക്ക് അഡ്രസ്സസിന് വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. സോ ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഓഫ് ഡിവൈസസ്, ഇന്റർനെറ്റിന്റെ അകത്തുള്ള എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഓഫ് ഡിവൈസസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ യുണീക്ക് അഡ്രസ്സിങ്. ഓക്കെ, അതായത് പ്രൈവറ്റ് അഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ഗ്ലോബൽ യുണീക്ക് അഡ്രസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അഡ്വാൻറ്റേജസ് ഓഫ് IPv6 ഓവർ IPv4 എന്തൊക്കെയാന്ന് നോക്കാം. ലാർജർ അഡ്രസ് സ്പേസ് ആണ്. അതായത് ഈ IPv4ന് അബൌട്ട് 4.3 ബില്യൺ അഡ്രസ്സസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അതേ സമയത്ത് IPv6 ഓൾമോസ്റ്റ് അൺലിമിറ്റഡ് നമ്പർ ഓഫ് അഡ്രസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. IPv4 4.3 ബില്യൺ അഡ്രസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേ സമയത്ത് IPv6 ഓൾമോസ്റ്റ് അൺലിമിറ്റഡ് നമ്പർ ഓഫ് അഡ്രസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബിൽഡിംഗ് സെക്യൂരിറ്റി, IPsec. IPv6 IPsec ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, IPv6 ഇൻക്ലൂഡ് IPsec എന്തിനു വേണ്ടിയിട്ടാണ്? എൻക്രിപ്ഷനും അതുപോലെ തന്നെ ഓതന്റിഫിക്കേഷനും വേണ്ടിയിട്ട്. ഇത് എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്? നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
നെക്സ്റ്റ് സിംപ്ലിഫൈഡ് ഹെഡർ. IPv6 ഹെഡർ എന്ന് പറയുന്നത് IPv4 കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ സിംപ്ലർ ആണ്. ഓക്കെ, IPv6 ഹെഡർ എന്ന് പറയുന്നത് IPv4 സിംപ്ലർ ആണ്. ഇത് റൗട്ടിങ് കുറച്ചുകൂടെ ഫാസ്റ്ററും അതുപോലെ തന്നെ എഫിഷ്യന്റും ആക്കുന്നുണ്ട്. സോ സിംപ്ലർ ഹെഡർ. നെക്സ്റ്റ് എലിമിനേറ്റ് നാറ്റ്. നാറ്റ് എന്ന് പറയുന്നത് എന്താ? നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ ആണ്. സോ വിത്ത് IPv6 എല്ലാ ഡിവൈസസിനും യുണീക്ക് ആയിട്ടുള്ള ഗ്ലോബൽ അഡ്രസ് ഉണ്ടാവും. ഇത് നാറ്റിന്റെ ആവശ്യകത റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിത്ത് IPv6 എല്ലാ ഡിവൈസസിനും യുണീക്ക് ആയിട്ടുള്ള ഗ്ലോബൽ അഡ്രസ് ഉണ്ടാവും. ഇത് നീഡ് ഫോർ നാറ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ IPv6 അഡ്രസ്സിങ്. IPv6 എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള IP അഡ്രസ്സിംഗ് സ്കീമയാണ്. ഇത് 128 ബിറ്റ് അഡ്രസ്സസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഓൾമോസ്റ്റ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് യുണീക്ക് അഡ്രസ്സസ് അനുവദിക്കുന്നുണ്ട്. സ്ട്രക്ചർ ഓഫ് IPv6 അഡ്രസ്. IPv6 അഡ്രസ്സിന് ഓൾമോസ്റ്റ് 128 ബിറ്റ് ലോങ് ആണ്. ഓക്കെ, 16 ബൈറ്റ്സ് നമുക്ക് പറയാം. ഇത് ഹെക്സാഡെസിമൽ നൊട്ടേഷനിലാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇതിനെ 8 ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ബ്ലോക്സിനും ഓരോന്നിനും 16 ബിറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 4 ഹെക്സ് ഡിജിറ്റ്സ്. ബ്ലോക്സിന് ഓരോ കോളംസ് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ IPv6 അഡ്രസ്സിംഗ്. ഓക്കെ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ IPv6 അഡ്രസ്സിംഗ്. നെക്സ്റ്റ് കീ പോയിന്റ്സ് നോക്കാം. ഇവിടെ ഹ്യൂജ് അഡ്രസ് സ്പേസ് 340 അൺഡെസിലിയൻ യുണീക്ക് അഡ്രസ്സസ് അനുവദിക്കുന്നുണ്ട്. ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഓഫ് ഡിവൈസസ് ഹാൻഡിൽ ചെയ്യാം. അതായത് ഇന്റർനെറ്റിന്റെ അകത്തുള്ള എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഓഫ് ഡിവൈസസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഗ്ലോബൽ യുണീക്ക് അഡ്രസ്സിങ്, അതായത് പ്രൈവറ്റ് അഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ഗ്ലോബൽ യുണീക്ക് അഡ്രസ്സിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് IPv6 ഓവർ IPv4. ലാർജർ അഡ്രസ് സ്പേസ് ആണ്. അതായത് IPv4ന് 4.3 ബില്യൺ അഡ്രസ്സസ് ഉണ്ടാവും. ഓക്കെ, അതേ സമയത്ത് IPv6ന് എത്ര അഡ്രസ്സസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും? ഓൾമോസ്റ്റ് അൺലിമിറ്റഡ് നമ്പർ ഓഫ് അഡ്രസ്സസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ബിൽഡ് ഇൻ സെക്യൂരിറ്റി IPsec. ഈ IPv6ന്റെ അകത്ത് IPsecഉം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? എൻക്രിപ്ഷൻ ആൻഡ് ഓതന്റിഫിക്കേഷന് വേണ്ടിയിട്ട്. ഇത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സിംപ്ലിഫൈഡ് ഹെഡർ. IPv6 ഹെഡർ എന്ന് പറയുന്നത് IPv4 സിംപ്ലർ ആണ്. ഇത് റൗട്ടിങ് കുറച്ചുകൂടെ ഫാസ്റ്ററും കൂടുതൽ എഫിഷ്യന്റും ആക്കുന്നുണ്ട്. ഇത് നാറ്റ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് അഡ്രസ്സസ് ട്രാൻസ്ലേഷൻ. ഈ IPv6ന്റെ കൂടെ എല്ലാ ഡിവൈസസിനും യുണീക്ക് ആയിട്ടുള്ള ഗ്ലോബൽ അഡ്രസ്സസ് ഉണ്ടാവും. ഇത് നാറ്റിന്റെ ആവശ്യകത കുറക്കുന്നുണ്ട്. സോ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് നോഡ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. ഏതൊരു ഡിവൈസും നെറ്റ്വർക്കിൻ്റെ അകത്തുള്ള ഏതൊരു ഡിവൈസിനും ഡേറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഫോർവേഡ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ടാവണം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോഡ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് നോഡ് എന്ന് പറയുന്നത് എൻഡ് അല്ലെങ്കിൽ ഹോസ്റ്റ്, ഇന്റർമീഡിയേറ്റ്, സെർവർ, ക്ലൈന്റ്. MAC അഡ്രസ്സസ് യുണീക്ക് ഹാർഡ്വെയർ ഐഡന്റിഫയർ ആണ് അറ്റ് ലെയർ 2. IP അഡ്രസ് ലോജിക്കൽ ഐഡന്റിഫയർ ആണ് അറ്റ് ലെവൽ 3. ഇതിൽ IPv4ഉം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, IPv6ഉം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. IPv4 എന്ന് പറയുന്നത് 32 ബിറ്റ് ലിമിറ്റഡ് അഡ്രസ്സസ് ആണ്. IPv6 എന്ന് പറയുന്നത് 128 ബിറ്റ് ഓൾമോസ്റ്റ് അൺലിമിറ്റഡ് അഡ്രസ്സസ് ആണ്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. CTTFന്റെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുവാണ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.